സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ അസാധാരണ കൂടിയാലോചനാ ഉച്ചകോടി ചൊവ്വാഴ്ച ജിദ്ദയിൽ നടന്നു. ഗൾഫ് സഹകരണ കൌൺസിൽ അംഗരാജ്യങ്ങളിലെ നേതാക്കളും പ്രതിനിധി സംഘ തലവന്മാരുമാണ് ഇന്ന് നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തത്. മേഖലയിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളും അവ പരിഹരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്തു. മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ചർച്ചകൾക്ക് വഴിതുറക്കുന്നതിനുമായി അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥത ഉൾപ്പെടെയുള്ള നയതന്ത്ര നീക്കങ്ങൾ ഉച്ചകോടി വിലയിരുത്തി. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും സംയുക്ത ഏകോപനം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും നേതാക്കൾ എടുത്തു പറഞ്ഞു. ഇത് കൂട്ടായ സുരക്ഷാ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായിക്കുമെന്ന് ഉച്ചകോടി വിലയിരുത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാഹ്, UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള രാജകുമാരനും യോഗത്തിൽ പങ്കെടുത്തു. ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും.